നമ്മൾ നേരത്തെ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് മൂന്നാം ഘട്ട ചർച്ച നടക്കുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മറ്റാവശ്യങ്ങൾ, അതായത് നഷ്ടപരിഹാരം ഉൾപ്പെടെ FIRകൾ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിലൊക്കെ ഒരുപക്ഷെ കേന്ദ്രം തത്വത്തിൽ അത് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊരു ആവശ്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CJP ചർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തയ്യാറാകുമോ? നിലവിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം പ്രധാന ആവശ്യം, ഒന്നാമത്തെ ആവശ്യം അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. അങ്ങനെ ഒരു ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 2 ചർച്ചയ്ക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹാരമാകുമായിരുന്നു. എന്നാൽ CJP വക്താക്കൾ നമ്മളോട് തറപ്പിച്ച് പറഞ്ഞിരുന്നു, ഇന്നലെ ചർച്ചയ്ക്ക് മുന്നേയും ചർച്ചയ്ക്ക് ശേഷവും അക്കാര്യം അവർ പറഞ്ഞിരുന്നു, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞതൊന്നും ഇവിടെ സംഭവിക്കില്ല, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞൊരു അനുനയത്തിലും തങ്ങൾ അതിൽ ഞങ്ങൾ സമ്മതം മൂളില്ല എന്ന കാര്യം അവർ തുറന്നു പറഞ്ഞിരുന്നു. മാത്രമല്ല അതില്ലെങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭം എന്ന ഒറ്റ കാര്യത്തിൽ തന്നെയാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം വിവിധ തരത്തിൽ ഇതിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമം. ഒടുവിൽ പ്രധാനമന്ത്രിക്ക് പോലും വീഡിയോ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിൽ കേന്ദ്രത്തിന് കൃത്യമായി അറിയാം ഈ സമരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ CJP പ്രധാനമായിട്ടും ഈ സമരം അധികം മുന്നോട്ട് നീങ്ങില്ല. കാരണം വിദ്യാർത്ഥികൾ നയിക്കുന്ന ഒരു സമരമാണ്. അവർക്ക് ഇതിന്റെ ചെലവുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇവിടെ 1 മാസത്തിലധികം ഇവിടെ വന്ന് കിടക്കാനുള്ള കൽപ്പുണ്ടാവില്ല എന്നൊക്കെ കരുതിയവരാണ് ഇപ്പോൾ ചർച്ചയുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ CJP ഈ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ കുറഞ്ഞതൊന്നിലും അവർ നിൽക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ജിൽസി.